എൻ്റെ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് എന്നും ആശ്വാസമായി കടന്നു വരുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. ചങ്ങനാശ്ശേരി ചാഞ്ഞൂടി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവകാംഗമായ ഇളംകുളം മോളിയമ്മ ജേക്കബ് തൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യഘട്ടങ്ങളിൽ ദൈവമാതാവ് ഇടപെട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൽ അമ്മ എന്നും തൻ്റെ സംരക്ഷണം ചൊരിയാറുണ്ട്. ഇവരുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഓരോ അനുഭവങ്ങളും വെളിച്ചം വീശുന്നത് അമ്മ തരുന്ന ഈ സംരക്ഷണത്തിലേക്കാണ്. ചെറുപ്പം മുതൽ പരിശുദ്ധ മാതാവിനോട് എനിക്ക് ഭക്തി ഉണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ വീട് ചെറുവള്ളി സെൻറ്റ് മേരീസ് ചർച്ചിനടുത്താണ്. എൻ്റെ ഇടവകപ്പള്ളി ചെറുവള്ളി സെൻറ്റ് മേരീസ് ചർച്ചാണ്. അവിടെ ഞാൻ ദേവാലയത്തിൽ പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ പോയി പ്രാർത്ഥിക്കാറ് പതിവുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ജപമാല മുടക്കാതെ ചൊല്ലുന്ന രീതിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു ബന്ധത്തിലാണ് ഞാൻ വളർന്നു വന്നതെന്ന് പറയാം. പിന്നീട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അമ്മയിൽ നിന്ന് വളരെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വളരെയേറെ ക്ലേശങ്ങളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നത് 1989 എൻ്റെ മൂത്ത മകൾക്ക് അസുഖം ബാധിച്ച അവസരമായിരുന്നു. കുഞ്ഞിന് 6 മാസമായപ്പോൾ ന്യൂമോണിയ ബാധിച്ച് ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ നിന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഡിസ്ചാർജായി വീട്ടിൽ വന്നു. എന്നാൽ വന്നതിന് ശേഷം പിന്നീട് ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അസുഖം കൂടുകയും വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തു. അവിടെ നിന്നൊരു 10 ദിവസം കിടന്നിട്ട് യാതൊരു കുറവും കാണാഞ്ഞതിനെ തുടർന്ന് ഭർത്തു സഹോദരൻ്റെ ഉപദേശപ്രകാരം ഞങ്ങൾ കോട്ടയത്ത് ICH ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയി. അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടും ആദ്യത്തെ ദിവസങ്ങളിൽ കുട്ടിക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അവളുടെ 2 കാലും നീര് വെച്ച് കാലനക്കാൻ വയ്യാത്തൊരു സ്റ്റേജിലായിരുന്നു. അവിടെ ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. എന്നാൽ ഒരു 5-ാമത്തെ ദിവസമായപ്പോൾ ഇഞ്ചക്ഷൻ്റെ കോഴ്സ് കഴിയുന്ന സമയമായപ്പോഴേക്കും പതുക്കെ കാലനക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഈ സമയങ്ങളിലെല്ലാം ഞാനിങ്ങനെ എപ്പോഴും ജപമാല ചൊല്ലി കട്ടിലിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ മാതാവിനോട് ശക്തമായിട്ട് മധ്യസ്ഥം വഹിച്ച് കുഞ്ഞിൻ്റെ രോഗം മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ ഒരു 12 ദിവസത്തോളം കിടന്നിട്ടാണ് കുഞ്ഞിന് കുറവ് ലഭിച്ചത്. അങ്ങനെ കുട്ടിക്ക് കുറവ് ലഭിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോഴിത് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് ഇടപെട്ട ഒരു സംഭവമായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നത്, എനിക്ക് PSC ടെസ്റ്റ് എഴുതി ടെസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പോസ്റ്റിംഗ് ലഭിച്ചിരുന്നില്ല. ഞാനെപ്പോഴും ഇങ്ങനെ മാതാവിനോട് മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാലയിലൊക്കെ എനിക്കൊരു ജോലി ലഭിക്കണമേ, ജോലി നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് കുടുംബത്തിലെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും നോയമ്പെടുത്ത് ഭക്ഷണം വേറെ ഒരാൾക്ക് കൊടുത്ത് അങ്ങനെ മാതാവിനോട് പ്രത്യേക മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെയും കൊണ്ട് കിടന്നിരുന്ന് ഡിസ്ചാർജ് ആകുന്ന ആ ദിവസം തന്നെ എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ ലഭിച്ച് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു.
ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാണുള്ളത്. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഇടപെട്ട ഒരു സന്ദർഭമായിരുന്നു രണ്ടാമത്തെ മകളുടെ ജനന സമയം. 1991 എനിക്ക് തൈറോയിഡിൻ്റെ ഒരു സർജറി ഉണ്ടായി. തൈറോയിഡക്ടമി ചെയ്തു. തൈറോയിഡ് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഗ്നൻസി അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അവിടുത്തെ ചീഫ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു മേജർ സർജറി ആയിരുന്നതുകൊണ്ട് അതിന് വളരെ ശക്തമായ മെഡിസിൻസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അനസ്തേഷ്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രഗ്നൻസി എന്തെങ്കിലും കുഴപ്പം കാണും, കുട്ടിക്ക് അബോർഷൻ ചെയ്ത് കളയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അബോർഷൻ ചെയ്യില്ല, ഞങ്ങളുടെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഒക്കെ പ്രാർത്ഥിക്കും, ഞങ്ങൾ റോമൻ കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഏതായാലും ഒരു കുട്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ആ ഡോക്ടറെ അടുത്ത് തന്നെ ചെക്കപ്പിന് പോയി. അങ്ങനെ പ്രസവ സമയമായി. 91 മെയ് 5 രണ്ടാമത്തെ മകളെ പ്രസവിച്ച്. അതിനുശേഷം ഡോക്ടർ വന്ന് കുട്ടിയെ കണ്ടു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എനിക്കിപ്പോഴാണ് സമാധാനമായത്, കുട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന്. അപ്പോൾ ഞങ്ങൾക്കും വളരെ ആശങ്കയുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ എപ്പോഴും മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ആ മകൾ ഇപ്പോൾ BDS കഴിഞ്ഞ് MDS എൻട്രൻസിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത സമയത്ത്, അതായത് ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഭർത്താവിന് വോക്കൽ കോഡിൽ ഒരു പോളിപ്പ് ഉണ്ടായി. അതുമൂലം ശബ്ദം ഒട്ടുമില്ലാത്ത ഒരവസ്ഥയിലായി തീർന്നു. 3 മാസത്തേക്ക് ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല. എല്ലാ കാര്യങ്ങളും എഴുതി കാണിക്കുകയായിരുന്നു. അങ്ങനെ എഴുതി പല ബുക്കുകളും തന്നെ തീർന്നുപോയി. അത് വളരെ വലിയൊരു വിഷമത്തിൻ്റെ കാലഘട്ടമായിരുന്നു. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് പറയുവാനും ഇങ്ങോട്ടതിൻ്റെ മറുപടി കേൾക്കുവാനും ഒന്നും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ആ സങ്കടത്തിൻ്റെ കാലത്ത് എന്നാൽ പരിശുദ്ധ അമ്മയോട് ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച്. അപ്പോൾ ഈ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കാനായിട്ട് വളരെയധികം പേരുണ്ടായിരുന്നു. പല വ്യക്തികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പല വൈദികർ, സിസ്റ്റേഴ്സ്, അങ്ങനെയുള്ളവരെല്ലാം ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ വളരെയേറെ വ്യക്തികളുടെ പ്രാർത്ഥനയും മാതാവിനോട് മധ്യസ്ഥം വഹിച്ച് ഞങ്ങൾ ജപമാല ചൊല്ലി ആ പ്രാർത്ഥനയുടെ എല്ലാം ഫലമായിട്ട് ആ വോക്കൽ കോഡിലുള്ള പോളിപ്പ് മറ്റ് പ്രശ്നങ്ങളില്ലാതെ, മറ്റ് സങ്കീർണതകളൊന്നുമില്ലാതെ തന്നെ സർജറിക്ക് ശേഷം അത് സുഖമായി. എന്നാൽ സർജറിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു ഈ പോളിപ്പ് കൂടാതെ എക്സ്റേയിൽ നെറ്റിയുടെ ഭാഗത്തായിട്ട് എന്തോ മാസ് ഒക്കെ കാണുന്നുണ്ട്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ അത് എൻഡോസ്കോപ്പി ചെയ്തെടുത്ത് വെളിയിലെടുത്തതിന് ശേഷം അത് ബയോപ്സിക്കൊക്കെ വിടണം. അത് ഇച്ചിരി വലിയ എൻഡോസ്കോപ്പിയാണ്, ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവിടുന്ന് പോരുന്ന സമയത്ത് ഡോക്ടറെ റിപ്പോർട്ടുകളെല്ലാം CD-യിലാക്കി ഞങ്ങൾക്ക് തന്നു. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം, ഇത് കൊണ്ടുപോയി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ഇനിയും ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യണമല്ലോ, ഇനി ഈ എൻഡോസ്കോപ്പി ചെയ്ത ഈ നെറ്റിയുടെ അവിടെ എന്തൊക്കെയാണ് മാസുള്ളത് അതൊക്കെ എടുക്കണമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച്. വോക്കൽ കോഡിലെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൻ്റെ ആശ്വാസം. എന്നാൽ ഇനിയും രണ്ടാമത് ഈ പ്രശ്നം എന്താകുമെന്നുള്ള ആശങ്ക. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികരെ അവരെ എല്ലാവരും വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച്. അങ്ങനെ പല വ്യക്തികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ തന്നുവിട്ട CD-യും റിപ്പോർട്ടും എല്ലാം ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ ചീഫ് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറെ കണ്ട സമയത്ത്
അവിടെ നിന്ന് കൊണ്ടുവന്ന CD അത് ഡോക്ടർ അവിടെ ഇട്ട് നോക്കിയപ്പോൾ ആ CD എന്ത് ചെയ്താലും അവർക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നില്ല. അവർ വളരെ പരിശ്രമിച്ചിട്ട് ആ CD ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ഇവിടെ ഒന്നും കൂടി സ്കാൻ ചെയ്യാം, ഇവിടെ ഒന്നുകൂടി റിപ്പോർട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് എടുത്ത് അവിടുത്തെ പരിശോധനാ റിപ്പോർട്ട് നോക്കുമ്പോൾ അവർ പറയുകയാണ് ഇവിടെ യാതൊരു കുഴപ്പവുമില്ലല്ലോ, ഇനിയും മറ്റ് ചെക്കപ്പുകളൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് സമാധാനത്തോടെ വീട്ടിലേക്ക് പോരുവാൻ സാധിച്ചു. അത് പരിശുദ്ധ അമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണെന്ന് ഞങ്ങളിപ്പോഴും കരുതുന്നു. മറ്റാർക്കും സഹായിക്കാൻ സാധിക്കാത്ത അവസരങ്ങളിൽ പരിശുദ്ധ അമ്മ കടന്നു വന്ന് താങ്ങും തണലുമായി മാറിയ അനുഭവങ്ങൾ ഈ കുടുംബത്തിലുണ്ട്. സാമ്പത്തികവും ഭൗതികവുമായ മേഖലകളിൽ അമ്മ ഇടപെട്ട അനുഭവങ്ങൾ ഇവർ പങ്കുവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ കരുതലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ ലഭിച്ച മറ്റൊരു അനുഗ്രഹം ഞാൻ ഓർമ്മിക്കുന്നത് ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ചാണ്. ഞങ്ങളുടെ ഈ വീട് 2004 ഞങ്ങൾക്ക് ലഭിച്ചത്. അതിനു മുൻപ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഏകദേശം 150 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ വല്യപ്പച്ചൻ പണിത വീട്ടിലായിരുന്നു. അത് മഴ പെയ്യുമ്പോൾ അങ്ങും ഇങ്ങുമൊക്കെ ചോർച്ച ഉണ്ടാകുമായിരുന്നു. അതുമൂലം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വീട് ലഭിക്കാൻ വേണ്ടി ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. മുട്ടുകുത്ത് നിന്ന് ജപമാല ചൊല്ലി കഴിയുന്ന സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയും പകലും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം ജപമാല പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു. അതെൻ്റെ ഒരു ശീലമായിരുന്നു എന്ന് തന്നെ പറയാം. യാത്രയിലാണ് കൂടുതലും ഞാൻ ജപമാല പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2004 ഞാൻ ഡിപ്പാർട്ട്മെൻ്റൽ ഹൗസിംഗ് ലോൺ എടുത്ത് അതിന് അപ്ലൈ ചെയ്ത് ഹൗസിംഗ് ലോൺ അനുവദിച്ച് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും വീട് പണി നടത്തുവാൻ സാധിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെടാനിടയായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ വളരെ വലിയ ആഴമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് നയിച്ച ഒരു സംഭവമാണ്. 1995 തോന്നുന്നു. ഹസ്ബൻഡ് ഗൾഫിലേക്ക് ജോലിക്കായിട്ട് പോകാൻ ശ്രമിച്ചു. അപ്പോൾ പാസ്പോർട്ട് ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു. അദ്ദേഹം പണവും വാങ്ങി പാസ്പോർട്ടും വാങ്ങി വിസയുടെ കോപ്പിയും തന്നു. എന്നാൽ 6 മാസത്തിന് ശേഷം വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും നമ്മളെ യാതൊരുവിധ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുകയോ പോകാൻ സാധിക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇത് കള്ള വിസയായിരുന്നു, നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ വലിയ വിഷമമുണ്ടായി, മനപ്രയാസമുണ്ടായി. നമ്മുടെ പണവും പോയി, പാസ്പോർട്ടും പോയി, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിലായി. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതുപോലെ തന്നെ മാതാവിനോട് മധ്യസ്ഥം പറഞ്ഞ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. രാത്രിയും പകലും യാത്രയിലും എല്ലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എങ്കിലും ഇതേക്കുറിച്ചൊന്നും യാതൊരു തുമ്പും ലഭിച്ചില്ല. എന്നാൽ പിന്നീട് ഒരു 2 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഞങ്ങളുടെ അനിയൻ്റെ കുട്ടി അന്ന് 6 മാസം പ്രായമുള്ളപ്പോൾ അവന് ന്യൂമോണിയ ബാധിച്ച് കോട്ടയം ICH ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ആ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അവൻ്റെ അപ്പനും അമ്മയും ബോംബെയിൽ ജോലിക്ക് പോയതായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ICHൽ അഡ്മിറ്റാക്കി. ഒരു ദിവസം ഹസ്ബൻഡ് അവിടുത്തെ ഡോക്ടറെ കാണാൻ വേണ്ടി ICHൽ ആ ഡോക്ടേഴ്സ് താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് പോയി. തിരിച്ച് വന്ന് ബസ് സ്റ്റോപ്പിൽ വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഈ പാസ്പോർട്ട് കൊണ്ടുപോയ വ്യക്തി അവിടെ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ടും പൈസയും ഒക്കെ ഇവിടെ, ഞാൻ ഒത്തിരി കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാളൊരു ഭീഷണി മുഴക്കി, നിങ്ങൾ എൻ്റെ കൂടെ വാ,
ഞാൻ നിൻ്റെ പാസ്പോർട്ടും തരാം, പൈസയും തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ എന്തായാലും വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് KSRTC ബസ്സിന് കയറി മാവേലിക്കരയ്ക്കുള്ള ടിക്കറ്റ് അദ്ദേഹം എടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ചങ്ങനാശ്ശേരി വന്നപ്പോൾ ഹസ്ബൻഡ് പറയും നമുക്കിവിടെ ഇറങ്ങാം, കോഫി ഹൗസിൽ കയറി കാപ്പി കുടിക്കാമെന്ന്. എന്തായാലും ഹസ്ബൻഡ് ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയില്ല, പോകാമെന്ന് വെറുതെ പറഞ്ഞതാണ്. ബസ്സിലിരുന്ന സമയം മുഴുവൻ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിയില്ല, ഹസ്ബൻഡും ഇറങ്ങിയില്ല. തിരുവല്ലയിൽ ചെന്ന് തിരുവല്ല ബസ് സ്റ്റാൻഡായപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കപ്പുറത്തില്ല. അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ഇറങ്ങുകയാണ്, എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് വിചാരിച്ചു ഒരു രക്ഷയില്ല, ഒന്നും കിട്ടാനും പോകുന്നില്ല, അദ്ദേഹം ഇറങ്ങി പോവുകയാണ്. പുള്ളിക്കാരനും ഇറങ്ങി ആ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇടവകയിലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളുമായിട്ട് അവിടെ നിൽക്കുന്നു. ഉടനെ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞ് ഈ പാർട്ടിയാണ് നമ്മളെ വഞ്ചിച്ച ആളെന്ന്. അവർ ഉടനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഇദ്ദേഹത്തോട് സംസാരം തുടങ്ങി. ആ സമയം കൊണ്ട് ഹസ്ബൻഡിൻ്റെ പരിചയത്തിലുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരിക്കലും ഫോണിൽ വിളിച്ചാൽ കിട്ടാതിരുന്ന വ്യക്തി ആ സമയത്ത് വിളിച്ച ഉടനെ ഫോണിൽ അദ്ദേഹത്തെ ലഭിക്കുകയും അദ്ദേഹം തിരുവല്ല പോലീസുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 10 മിനിറ്റിനകമായിട്ട് തന്നെ പോലീസ് ജീപ്പ് വന്ന് ഈ വ്യക്തിയെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. അപ്പോൾ ഭവനത്തിലുണ്ടായിരുന്നവർ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് സന്ധ്യയായിട്ട് മടങ്ങി വരാത്തത്, അന്നൊന്നും ഫോണും ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് രാത്രിയാകുന്ന സമയത്ത് ഹസ്ബൻഡ് വന്ന് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഈ വ്യക്തി അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ ഒന്നും ചെന്നില്ല. എന്നാൽ 72 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മാതാവ് ചെന്ന് പോലീസുകാരുടെ അടുത്ത് എന്ന് പറഞ്ഞു എൻ്റെ മകനല്ലേ, എങ്ങനെയെങ്കിലും ഞാൻ പണം കൊണ്ട് തന്നുകൊള്ളാം എന്നും പറഞ്ഞ് ചെക്ക് എഴുതി പോലീസുകാരെ ഏൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു 3 മാസമാകുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ മുറ്റം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓഫീസിൽ പോകാൻ വേണ്ടി തിരക്കിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു പോലീസുകാരൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ വിചാരിച്ചു എന്താണ് ഒരു പോലീസ് രാവിലെ ഇങ്ങോട്ട് കയറി വരുന്നതെന്ന്. ഞാൻ എൻ്റെ മാതാവ് ഇത് എന്താണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വന്ന് പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നു, പൈസ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തൊരു അത്ഭുതമാണിത്, എത്ര പേരുടെ പാസ്പോർട്ടും പൈസയും ഒക്കെ ഓരോരുത്തർ വഞ്ചിച്ച് കൊണ്ടുപോയിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് അതും കുഞ്ഞിനെ ഹോസ്പിറ്റലിലാക്കി ആ ഡോക്ടറോട് കുഞ്ഞിൻ്റെ കാര്യം പറയാൻ ചെന്ന ആ സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ കണ്ടുമുട്ടുകയും ഇദ്ദേഹത്തെ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ആ പാസ്പോർട്ടും കയ്യിൽ കിട്ടാൻ സാധിച്ചത് ഒരു വലിയ മഹാത്ഭുതമായിട്ട് തന്നെ എനിക്ക് ഇപ്പോഴും തോന്നുന്നു. അത് ഞാൻ ഒത്തിരി പേരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുമെല്ലാം ഈ കാര്യം പങ്കുവയ്ക്കുമ്പോൾ അവർ പറയുകയാണ് ഇങ്ങനെ ഒരാളുടേതുപോലും ലഭിച്ചിട്ടില്ലല്ലോ, ഇത് വലിയൊരു അത്ഭുതം തന്നെയാണല്ലോ എന്ന്. അപ്പോൾ ജപമാല പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ഈ ഒരു വലിയ അത്ഭുതം പരിശുദ്ധ അമ്മ തിരുസുതൻ്റെ പക്കൽ ഉണർത്തിച്ച് ഞങ്ങളുടെ ഈ കാര്യം സാധിച്ചു തന്നു. അങ്ങനെ അതിനുശേഷം ഒരു 6 മാസത്തിനിടയായിട്ട് ഭർത്താവിന് സൗദിയിലേക്ക് പോകുവാനും അവിടെ കുറച്ച് നാൾ അവിടെ ജോലി ചെയ്യുവാനൊക്കെ ആയിട്ട് സാധിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമായിരുന്നു ഇത്. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൂടെ നടന്നതിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് പറയാൻ ഒന്ന് മാത്രം: പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുക. ഇക്കഴിഞ്ഞ മെയ് 1-ാം തീയതി വളരെ വലിയൊരു അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ രക്ഷിച്ച ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. മെയ് 1-ന് എൻ്റെ ഇളയ മകളുടെ കൂട്ടുകാരിയുടെ വിവാഹമായിരുന്നു കട്ടപ്പനയിൽ. ഞങ്ങൾ കട്ടപ്പനയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു പോരുമ്പോൾ അവർ പറഞ്ഞു കൂട്ടുകാരിയുടെ സഹോദരൻ അച്ഛൻ കാറിൽ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്, നിങ്ങളും കൂടി ആ കാറിൽ പോയിക്കോ, നിങ്ങൾക്ക് എളുപ്പം എത്തിച്ചേരാമല്ലോ എന്ന്.
അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ കാറിൽ കയറി കുറച്ച് സഞ്ചരിച്ച്. അപ്പോൾ എനിക്ക് ജപമാല ചൊല്ലണമെന്ന മനസ്സിൽ ശക്തമായിട്ടുള്ളൊരു പ്രേരണയുണ്ടായി. അപ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലാൻ തുടങ്ങി. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ 4 രഹസ്യം ചൊല്ലി 5-ാം രഹസ്യം ചൊല്ലുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് നിയന്ത്രണം വിടുകയും 4-5 റൗണ്ട് വട്ടത്തിൽ കറങ്ങുകയും ചെയ്തു. അത് കുട്ടിക്കാനത്തിനടുത്തുള്ള വലിയ കൊക്കയുള്ളൊരു സ്ഥലമായിരുന്നു. മത്തായി കൊക്ക എന്ന പേരിലാണ് കൊക്ക അറിയപ്പെടുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഈ വണ്ടി ഇങ്ങനെ കറങ്ങി 4-5 തവണ കറങ്ങിയതിന് ശേഷം വണ്ടി വന്ന് ഇടത്തു ഭാഗത്ത് തന്നെ സേഫായിട്ടുള്ള സ്ഥലത്ത് വന്ന് റോഡ് സൈഡിൽ തന്നെ നിന്നു. എന്നാൽ ഈ അപകടം നടക്കുന്ന സമയത്ത്, ഈ വണ്ടി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എനിക്ക് വലതുവശത്ത് ഈ കൊക്ക ഇങ്ങനെ കാണാം. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ ഉത്കണ്ഠയുണ്ട്. ഞാൻ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, എൻ്റെ വീട്ടിലെ മകളുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹ ആലോചനകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴെന്ത് സംഭവിക്കുമെന്നറിയില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഈശോയോട് അപേക്ഷിക്കണേ, ഞങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന്. പിന്നെ ഞങ്ങൾ സ്തുതിച്ചെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആരും കരഞ്ഞില്ല. അങ്ങനെ വണ്ടി പെട്ടെന്ന് നിന്നതിന് ശേഷം പുറത്തിറങ്ങി കുറച്ച് സമയമൊക്കെ റിലാക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോഴും ആ കാര്യം ഓർക്കുമ്പോൾ മനസ്സിലൊരു നടുക്കം ഉണ്ടാകുന്നുണ്ട്. ഒരു വലിയ അപകടം സംഭവിക്കേണ്ടതായിരുന്നു. ഈ അനുഭവത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ രക്ഷപ്പെടാൻ സാധിച്ചു. അതെന്നും ഞങ്ങൾ ഓർക്കുന്ന ഒരു സംഭവമാണ്. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ ഈശോ മരിയ വാൾത്താർത്തയോട് പറയുന്ന ഒരു രംഗമുണ്ട്. ഈശോ പറയുന്നു, എല്ലാ അത്ഭുതങ്ങളുടെയും വാതിൽ തുറക്കുന്ന താക്കോലാണ് മേരി. അമ്മ ചോദിക്കുന്നതൊന്നും ഞാൻ കൊടുക്കാതിരിക്കില്ല. അമ്മയിലൂടെ അനുഗ്രഹത്തിൻ്റെ നാളുകൾ ഞാൻ മുൻപോട്ട് കൊണ്ടുവരുമെന്ന്. ഇത് എൻ്റെ ജീവിതത്തിലും എന്നെന്നും അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഈശോയ്ക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും ഈ അനുഗ്രഹങ്ങൾ സംലഭ്യമാകുന്നതാണ്.